വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖയായി ആധാർ പരിഗണിക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് നിർണായക നിർദ്ദേശം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ്, നേരത്തെയും ഈ ആധാർ പരിഗണിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പരാതികൾ ആധാർ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിയുമായി സമീപിക്കാം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് ആധാറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്? നേരത്തെ ഈ 11 രേഖകളിൽ ആധാർ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ കോടതി നടത്തുന്ന പ്രധാനപ്പെട്ട പരാമർശം, അതിന്റെ വിവരങ്ങൾ എന്താണ് അജീഷ്? എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ വിശദമായിട്ടൊരു വാദം തന്നെയാണ് സുപ്രീം കോടതി കേട്ടത്. ഇത് 65 ലക്ഷം പേരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ അവരുടെ പരാതികൾ കേൾക്കുകയാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ഇവരുടെ പേര് വിവരങ്ങളും മറ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ പരാതി അറിയിക്കാനുള്ള വിവരങ്ങൾ അത് സോഷ്യൽ മീഡിയയിലും ഒപ്പം തന്നെ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിട്ടു. പക്ഷേ എതിർഭാഗം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനഃപൂർവ്വമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തു. കാരണം തങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഈ ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പട്ടിക അവരുടെ പരാതി അത് പരിഹരിക്കാനായിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 12 രാഷ്ട്രീയ പാർട്ടികൾ ഈ BLA-മാരെയും നിയമിച്ചിരുന്നു. ഏതാണ്ട് 1,65,000 BLA-മാരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരുടെ പ്രതിനിധികളായിട്ട് നിയമിച്ചത്. പ്രത്യേകിച്ച് ഈ ഒഴിവാക്കപ്പെട്ടവരുടെ രേഖകൾ പരിശോധിക്കാനും മറ്റുമാണ്. ഈ BLA-മാർ നേരിട്ട് ഓരോ വീടുകളിൽ ഒരാൾ 10 വീടുകളിൽ പരിശോധിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചു. കോടതി ഈ വാദത്തെ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നോ ആധാർ കാർഡോ സഹിതം ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില വിമർശനവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇവർ എന്താണ് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചു. മാത്രമല്ല ഈ തങ്ങൾ വീട് തോറും കയറിയിറങ്ങുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരാതിപ്പെടുമ്പോൾ ഈ പരാതിപ്പെടുന്നവർ ഒരു എതിർപ്പ് പോലും ഇതുവരേക്കും ഫയൽ ചെയ്തിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ എതിർ വാദം ഉന്നയിക്കുന്നവരാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BLA-മാർ സൗകര്യമൊരുക്കണം. കരടിൽ ഉൾപ്പെടാത്ത 65 ലക്ഷം പേരിൽ മരിച്ചവരെയും താമസം മാറിയവരെയും പാർട്ടികളുടെ BLO-മാർ പരിശോധിക്കണം. അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് BLA-മാർ തന്നെ പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് അത് നിർദ്ദേശം നൽകണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അവരുടെ പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യജ്ഞവുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും അത് സഹായിക്കണം. ഈ പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കൂടാതെ തന്നെ ഈ രേഖകൾ 11 രേഖകളിൽ ഈ ആധാർ കൂടി പരിഗണിക്കേണ്ടി വരുമെന്നും സുപ്രീം കോടതി ഇപ്പോൾ വക്കാൽ പരാമർശിച്ചു. വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നേരത്തെ ആധാർ പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖയായി ആധാർ പരിഗണിക്കേണ്ടി വരും എന്ന് സുപ്രീം കോടതി വാദത്തിനിടെ പരാമർശിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.